ഹലോ ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾ ഇപ്പോൾ മാർക്കസ് മറുകുലാവ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച വിദേശ സൈനികങ്ങളടക്കം നടത്താൻ പോകുന്നുണ്ടെന്ന രീതിയിലാണ് മാർക്കസിൻ്റെ അപ്ഡേഷനുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് ഒരു നിരാശ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ജീസസിനും പരിക്കാണെന്ന രീതിയിൽ ഇപ്പോൾ അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല, വരാനിരിക്കുന്ന സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോളിസ് കിങ്സ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഏതായാലും മാർക്കസ് മറുകുലാവ് പറയുന്നത് ഇനി വരാൻ പോകുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച സൈനിങ്ങുകൾ നടത്തുമെന്നും ഇനി വരാൻ പോകുന്ന സമ്മർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന് തിരക്കേറിയ ഒരു വിൻഡോ ആയിരിക്കുമെന്ന രീതിയിലാണ് മാർക്കസ് മറുകുലാവ് അപ്ഡേഷനുകളായി സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും മാർക്കസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് മാർക്കസ് മറുകുലാവ് പറയുന്നത്. അതായത് അത്തരത്തിലുള്ള സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്താനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം. അതുപോലെ തന്നെ നാളെ നടക്കുന്ന ജംഷഡ്പൂർ എഫ്സിയുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിലുള്ള നിരാശ വാർത്ത ഇപ്പോൾ റിജിൻ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ജീസസിന് ഹാംസ്ട്രിങ് ഇഞ്ചറി ഉണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ചാകും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് നാളെ കളിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യം തീരുമാനമാകുക എന്ന രീതിയിലാണ് റിജിൻ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത്. ഒരുപക്ഷെ ജീസസിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് നാളെ ലഭ്യമാവില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ പരിക്കുമാറി നോഹ സദോരി അദ്ദേഹത്തിന്റെ വ്യക്തിഗത പരിശീലനങ്ങൾ മാത്രമാണ് നടത്തി വരുന്നതെന്നാണ് റിജിൻ ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നോഹ സദോരിയും നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്ന് ചുരുക്കം. ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഇന്ന് രാവിലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. നോഹ നാളെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ കളിക്കില്ല. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസ് കിങ്സിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന അക്കൗണ്ട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലപ്പത്ത് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും വൻ അഴിച്ചുപണിയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനിടയിൽ നടക്കാൻ പോകുന്നതെന്നും ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസ് കിങ്സ് വരാനിരിക്കുന്ന സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത്. മാത്രമല്ല, അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് മികച്ച ഇൻകമിങ്ങുകൾ ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധങ്ങൾക്ക് ഫലം കണ്ടുവരുന്നുണ്ടെന്ന് ചുരുക്കം. ഏതായാലും മികച്ചൊരു സീസൺ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കട്ടെ നമുക്ക് ആശംസിക്കാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.